ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശ് നല്ല വിഷമത്തിൽ തന്നെ ആര്യനോട് പറയാണ്, അച്ഛൻ ഇങ്ങനെ പെരുമാറുന്നതൊന്നും ശരിയാവുന്നില്ല, എനിക്ക് തീരെ പിടിക്കുന്നില്ല, ഞാൻ മടുത്തു തുടങ്ങിയ എന്നും ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ ആര്യം പറയാം, ഏട്ടാ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാനിതൊക്കെ കേൾക്കുന്നില്ലേ, ഈ കുറ്റം പറച്ചിലൊക്കെ കേട്ട് കേട്ട് ഞാൻ മടുത്തു. അതുകൊണ്ട് തന്നെ ഏട്ടനറിയാമല്ലോ, പിന്നെ അച്ഛനെ തീരെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല, അച്ഛൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്, എന്ത് ചെയ്യാൻ പറ്റും. ആഹാ, അത് ശരി, ഇപ്പം നീ അച്ഛൻ്റെ സൈഡാണോ? ഞാൻ എപ്പോഴും അച്ഛൻ്റെ സൈഡ് തന്നെയാണ് ഏട്ടാ, പക്ഷേ എൻ്റേതായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട്, അത് അച്ഛന് വേണ്ടി മാറ്റാൻ പറ്റില്ല. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. പക്ഷേ ആനന്ദേട്ടനും ആകാശേട്ടനൊക്കെ അങ്ങനെയാണോ? അച്ഛൻ വന്നാൽ പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നു, എന്തോ ദേശീയഭക്തി ഗാനം കേൾക്കുമ്പോൾ ചാടി എണീക്കില്ലേ പിള്ളേർ, അതുപോലെയാണ് നിങ്ങൾ രണ്ടുപേരും. പിന്നെ സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നതെന്ന് പറഞ്ഞാൽ അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടേതായിട്ടുള്ള അഭിപ്രായം എന്താ അത് തുറന്നു പറയുക. എന്തിനാ അച്ഛനെ പേടിക്കണേ? അച്ഛൻ അങ്ങനെ ആയിപ്പോയി. നമുക്ക് പറയാനുള്ള നമ്മുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും പേടിച്ച് നിൽക്കുന്നു, ഞാൻ പേടിക്കുന്നില്ല, പറയാനുള്ള പറയുന്നു, ഇത്രയും വ്യത്യാസമേ ഉള്ളൂ ഏട്ടാന്ന് പറയാം. അപ്പോഴാണ് ധർമ്മൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. എന്താടാ നീയൊക്കെ ഈ പാതിരാത്രി ഇവിടെ ടെറസിൽ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അവനവൻ്റെ മുറിയിൽ ചെന്ന് കിടന്ന് ഉറങ്ങാൻ വയ്യേ? പിന്നെ ഇവിടെ നിന്നാൽ പറ്റില്ല കേട്ടോ. ഞാനൊരു കാര്യം പറയാം, ഇവിടെ ബാലേട്ടനും ഗോമതി ചേച്ചിക്കൊക്കെ ഓരോ കുട്ടികളെ അങ്ങ് കൊടുത്തേക്കണം. മക്കളൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ എല്ലാം മാറൂടാ, സന്തോഷവും എന്ത് കളിയും ചിരിയും, കുട്ടികളല്ലേ എൻ്റെ സന്തോഷം എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ പറയാം. അപ്പോൾ ആകാശ് പറയണം, പിന്നെ ഇനിയിപ്പോൾ നമ്മളെ കുട്ടികളും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നിട്ട് വേണം അച്ഛന് ആ കുട്ടികളെയും കൂടെ കുറ്റം പറയാനല്ലേ, എന്തിനാ വെറുതെ, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞതെന്ന് ധർമ്മൻ ചോദിക്കുമ്പോൾ ആകാശ് പറയാം, ഏട്ടന് അറിയില്ലേ കാര്യങ്ങളൊന്നും എന്നിങ്ങനെ പെട്ടെന്ന് ഏട്ടാന്നല്ല അവർ മാമാന്ന് തന്നെയാണ് വിളിക്കുന്നത്, മാമൻ അറിയില്ലേ കാര്യങ്ങളെന്ന് പറയാട്ടോ. എന്നിട്ട് ആര്യം പറഞ്ഞു കൊടുക്കണം, മാമ രാവിലെ അച്ഛൻ കടയിൽ വെച്ച് ആ ഹണിമൂണിൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ ഒരുപാട് താഴ്ത്തി പറഞ്ഞില്ലേ, അതിൻ്റെ ചുരുക്കമായി ഏട്ടന്. ആണോട് ആകാശേ, അത് പക്ഷേ ശരിക്കും തെറ്റായിപ്പോയി കേട്ടോ, ഞാനത് ചേച്ചിയോട് പറയുകയും ചെയ്തു. കണ്ടോ, മാമന് പോലും അത് മനസ്സിലായി തെറ്റാന്ന്. എന്നിട്ട് ഇവിടെ ആര്യന് മനസ്സിലാവുന്നില്ല, ആര്യന് അച്ഛൻ്റെ സൈഡ് പറയാം. അച്ഛൻ്റെ സൈഡൊന്നുമില്ല, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ മുഖത്തോക്കി പറയണം, അതാ ഞാൻ പറയണം മാമ, അത് ശരിയാടാ, ഇങ്ങനെ പേടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ക്ഷമയുടെ അതിര് വിട്ട് ഇപ്പം തന്നെ നമ്മുടെ ഇഷ്ടത്തിനല്ലേ ഓരോരുത്തരെ വിവാഹം കഴിക്കുന്നത്. മീനാക്ഷി എൻ്റെ ഇഷ്ടത്തിന് വിവാഹം കഴിച്ചു, നീ നിൻ്റെ ഇഷ്ടത്തിന് മിത്രയെ വിവാഹം കഴിച്ചു, രണ്ടുപേരും നല്ല സ്വഭാവക്കാരാണ്, അവർ മാക്സിമം എല്ലാം ശ്രമിച്ചും അഡ്ജസ്റ്റ് ചെയ്തും പോകുന്നില്ലേ, അതുകൊണ്ട് എന്തും പറയാമെന്നാണോ? പക്ഷേ കളി വിട്ട് പോയാലേ ക്ഷമയുടെ അതിര് കടന്നു പോവും എന്നൊക്കെ ഇങ്ങനെ ആകാശ് പറയട്ടോ. അങ്ങനെ ധർമ്മനും ആര്യനും ആകാശും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് താഴേട്ട് ഇറങ്ങാട്ടോ. അപ്പോൾ എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ ബാലനും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ബാലന് ഫുഡ് എടുക്കാനായിട്ട് ഗോമതി എടുക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ബാലൻ പറയാം, നിൽക്ക് ആദ്യം ഞാൻ ഇവനോടൊന്ന് ചോദിക്കട്ടെ. എടാ ആര്യ, ഇന്നലെ രാത്രി നീ എത്ര മണിക്കാണ് വന്നത്? നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പാതിരാത്രി വീട്ടിൽ വന്ന് കയറരുത്, നേരത്തെ വന്ന് കയറിക്കൊള്ളണമെന്ന്. അല്ല, പെട്ടെന്ന് മിത്ര പറയാം, അല്ല അങ്കിളെ ആര്യം നേരത്തെയാണ് വന്നത്. ഉടനെ ശ്രീദേവി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നേരത്തെയാണോ വന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ രാത്രി വരെ ഇവിടെ കാത്തിരുന്നത്? അപ്പത്തിന് ഗോമതിക്കാണെങ്കിൽ കൊല്ലാനുള്ള ദേഷ്യം വരും കേട്ടോ ദേവീനെ, എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. ഗോമതി പറയുന്നുണ്ട്, എന്തായാലും ബാലേട്ട അവൻ്റെ കാര്യത്തിൽ ഇടപെടല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഗോമതി, നീ എൻ്റെ ഭാര്യയാണ്, അല്ലാതെ നിൻ്റെ ഭാര്യ ഞാനല്ല, പറഞ്ഞ മനസ്സിലായല്ലോ. എനിക്ക് ഇവനോട് ഒന്നേ പറയാനുള്ളൂ, നേരത്തെയും കാലത്തെയും വീട്ടിൽ കയറിക്കൊള്ളണം, എന്നെക്കൊണ്ട് ഇനി കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞ് സംസാരിച്ചിരിക്കുന്ന സമയത്ത് മിത്രയ്ക്ക് ഒരു ഫോൺ വരികയാണ് കേട്ടോ. മിഥുൻ വീണ്ടും വിളിക്കണം, വീഡിയോ കോളിലാണ് വിളിക്കുന്നത്, മിഥുൻ്റെ ഫോട്ടോയും വന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് മിത്രയുടെ കൈയും കാലും വിറച്ചു തുടങ്ങി, ആരും കാണാതെ പെട്ടെന്ന് പേടിച്ച് വിറച്ച് ആ ഫോൺ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. എന്നിട്ട് എണീറ്റ് പോവുക കേട്ടോ. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗോമതി ചോദിക്കണം, എന്താ മോളെ കഴിച്ചിട്ട് പോകും? ഇല്ല അപ്പച്ചി, ഞാൻ ദേ വരുന്നു. ഇതെല്ലാം നമ്മുടെ ശ്രീദേവി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, എന്താവും കാര്യമെന്ന്. അങ്ങനെ മിത്ര നേരെ അകത്തേക്ക് ഓടി കയറുക. ഇതെല്ലാം കഴിഞ്ഞ് മീനാക്ഷിയും മിത്രയും കൂടെ നേരെ പോകുന്നുണ്ട്. മീനാക്ഷി കോളേജിൽ പോകുമ്പോഴും ഓഫീസിൽ പോകുമ്പോഴും മിത്ര കോളേജിൽ പോകുമ്പോഴും ഒരുമിച്ച് പോവുകയാണല്ലോ. ആ സമയത്ത് വഴിയിൽ വെച്ച് മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്താ മിത്ര നിൻ്റെ മുഖം ഇങ്ങനെ വല്ലാണ്ടിരിക്കണേ? നീ പേടിച്ച് വരച്ചതുപോലെ ടെൻഷനൊക്കെ ആയിട്ടിരിക്കുന്നു, എന്താ കാര്യം മോളെ പറ. ഒന്നുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ മീനാക്ഷി ചേച്ചിയുടെ തുറന്നു പറഞ്ഞാലോ, ആരോടെങ്കിലും തുറന്നു പറഞ്ഞെങ്കിൽ മനസ്സിലൊരു ആശ്വാസം ആയനെ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുക. ഇതിനിടയിൽ കൂടെ മീനാക്ഷി പറയാം, മിത്രേ എന്തേലും പറയാണ്ട് നീ പറഞ്ഞോ, ടെൻഷൻ അടിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, നിനക്ക് അറിയാലോ, ചെറിയൊരു കാര്യത്തിന് പോലും ഞാൻ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും, അതുകൊണ്ടാണ് പറയണേ. അത് കേൾക്കുമ്പോൾ മിത്ര വിചാരിക്കുന്നോട് പറയണ്ട, ഇനി ഇത് കേട്ട് ചേച്ചി ഇനി ടെൻഷൻ
ടെൻഷൻ അടിക്കുന്നത്. ഒന്നുമില്ല ചേച്ചി, ഞാനാണെങ്കിൽ വീട്ടിൽ വരുന്ന ആര്യൻ്റെ കാര്യം, രാത്രിത്തെ കാര്യമൊക്കെ ഇന്ന് രാവിലത്തെ സംസാരമൊക്കെ ഇല്ലേ, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓർക്കുക. ആര്യനെ മിസ് ചെയ്യുന്ന കാര്യം ഒക്കെ അതായിരുന്നു ഇത്ര വലിയ കാര്യം. അതെ, ഞാൻ പേടിച്ചു പോയല്ലോ. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ മോളെ. വേറെ എന്ത് പ്രശ്നം ചേച്ചി എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒരുമിച്ച് നടന്ന് പോവാട്ടോ. അങ്ങനെ കൃഷ്ണമംഗലത്താണെങ്കിൽ പെണ്ണ് കാണാനായിട്ട് ഇവരെല്ലാവരും ലോകം എല്ലാവരും കൂടെ പോയിട്ടുണ്ടല്ലോ. തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആണുങ്ങൾ ചെറുക്കൻ വീട്ടിലും വരുന്നൊരു ചടങ്ങുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ആണുങ്ങൾ വരിക കേട്ടോ. അവർ കാറിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ദേവമംഗലത്തിൻ്റെ മുറ്റത്താണ് ഇട്ടിട്ട് നേരെ പോകുന്നത്. എന്നിട്ട് അവർ വിചാരിക്കുന്നുണ്ട് ഇവിടെ കിടക്കട്ടെ കാറ്, അവിടെ തന്നെയല്ലോ വീട്, പോയിട്ട് നമ്മളിപ്പോൾ തിരിച്ച് വരുമല്ലോ എന്ന്. ഇത് നമ്മുടെ ദേവി കാണും കേട്ടോ. അപ്പോൾ ദേവി വിചാരിക്കുക എന്തായാലും ഇങ്ങോട്ട് വരുന്ന ആൾക്കാരല്ലല്ലോ, ആളുകൾ അങ്ങോട്ടാണല്ലോ പോണേ, പിന്നെ എന്തിനാ കാറിൻ്റെ നടയിലിട്ടിരിക്കുന്നത്, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എന്തായാലും പോയിട്ട് തിരിച്ച് വരട്ടെ, കൊടുക്കാം. അങ്ങനെ അവരവിടെ പോയി എല്ലാവരോടും സംസാരിച്ച് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അലോകിനോട് പറയുന്നുണ്ട്, അത് അലോക് എന്തായാലും അലോകിന് നേരത്തെ ഒരു വിവാഹം ഉറപ്പിച്ച് വെച്ചതല്ലേ, അത് മാറിപ്പോയില്ലേ, ഇവിടുത്തെ പെങ്കുച്ച് വേറൊരുത്തിനോട് ഒളിച്ചോടി പോയി, അതാ പ്രശ്നമല്ലേ. സാരമില്ല, ഞങ്ങളോട് അന്ന് വന്നപ്പോൾ നിങ്ങളിതെല്ലാം പറഞ്ഞതായിരുന്നു, എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ വന്നവർ പറയാം കേട്ടോ. ഇതിനിടയിൽ കൂടെ നമ്മുടെ അനന്തം പറയുന്നുണ്ട്, അലോക് അച്യുതൻ്റെ മോനാണെങ്കിലും ഇവിടെ ഞങ്ങൾ എല്ലാവരുടെയും മകൻ തന്നെയാണ് അവൻ. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ എൻ്റെ മകൾ മിത്ര, അവളിനെ തിരിച്ചു വരുമെന്നും സ്വത്തുക്കൾ അവൾക്ക് കൈമാറുമെന്നും അങ്ങനെയുള്ള പേടിയൊന്നും നിങ്ങൾക്ക് ആർക്കും വേണ്ട. എൻ്റെ എല്ലാ സ്വത്തും ഇവനുള്ളത് തന്നെയാണ്. പോരാഞ്ഞിട്ട് ഈ വീട് പോലും ഇനിയിപ്പോൾ അലോകിൻ്റെ പേരിലേക്ക് ഞങ്ങൾ എഴുതാൻ പോവാന്ന്. അത് കേൾക്കുമ്പോൾ അലോകിനും ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോൾ തന്നെ അമ്മയുടെയും നന്ദിതയുടെയും മുഖം അങ്ങ് വാടിപ്പോയി. അപ്പോഴത്തേക്കിനും വീടിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ അമ്മ വല്ലാണ്ടിരിക്കുകയാണ്. അവസാനം രാജശ്രീ പറയാം, എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, ഞാൻ ഭക്ഷണം എടുക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവാട്ടോ. ഈ സമയത്ത് വീണ്ടും വന്നവരിൽ ഒരാൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ മുഖം വല്ലാതിരിക്കുന്നത്, എന്തെങ്കിലും വിഷമമുണ്ടോ? ഒന്നുമില്ല, അത് അലോകിനൊരു വിവാഹം വന്നതല്ലേ, അതിൻ്റെ സന്തോഷം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയാട്ടോ. അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് കാറ് വന്നെടുക്കാൻ പോകുമ്പോൾ ദേവി കയറി അങ്ങ് തടയുക. അതേ, നിങ്ങളെ അപ്പുറത്തേക്ക് പോയവരല്ലേ, നിങ്ങളെന്തിനാണ് ഇവിടെ മുറ്റത്ത് കാറ് കൊണ്ടിട്ടത്? അയ്യോ പെങ്ങളെ ഒന്ന് ക്ഷമിക്കണേ, ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിപ്പോയി, ഞങ്ങളിപ്പോൾ എടുത്തോളാം. നില എടുക്കാൻ വരട്ടെ, അങ്ങനെ അങ്ങ് എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, അത്ര കൊള്ളത്തില്ലല്ലോ. അപ്പോൾ അലോക് ഓടി വന്ന് എന്നിട്ട് ഉടനെ അച്യുതം പറയാ, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ അയലോക്കത്ത് ഒരു അത്ര വിവരമില്ലാത്ത കുറേ ഉണ്ട് കൺട്രീസുകൾ, അതാ ഇത് എന്ന് പറയാം. അപ്പോൾ ദേവിക്ക് ദേഷ്യം വരാം കേട്ടോ. എന്താ പറഞ്ഞത്, നമുക്ക് തീരെ വിവരമില്ലാത്തൊരു കൺട്രീസ് എന്താ പറയണത്? അത് ശരി, അപ്പോൾ വന്നവരോടൊക്കെ നിങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ കൂടി പറഞ്ഞു കൊടുത്തിരിക്കുന്നതല്ലേ, എന്നാൽ ഞാനും പറഞ്ഞുതരാം ഈ കൃഷ്ണമംഗലത്തെ കാര്യം എങ്ങനെയുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് ദേവി അങ്ങോട്ട് ചാടിക്കടിക്കുക കേട്ടോ. ഉടനെ അലോക് വന്ന് പതുക്കെ പറയാ, ദേവി നീ ഒന്നും മിണ്ടാതിരിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, എൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാരിൽ വന്നതാണ്, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പതുക്കെ പറ. അങ്ങനെ ഇപ്പോൾ പതുക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, കണ്ടോ ഇവൻ പറയണ കേട്ടോ, പതുക്കെ പറയാണെന്ന്. അതിൻ്റെ അർത്ഥം തന്നെ വന്നാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലായോ, ഇവരുടെ ഇടയിൽ എന്തോ പ്രശ്നമുണ്ട്, ആരും അറിയാണ്ടിരിക്കാനാ പതുക്കെ പറയണേന്ന്. ആകെ ഗുലുമാലായി കേട്ടോ. പക്ഷേ ദേവിക്ക് അങ്ങ് വിട്ടുകൊടുക്കില്ല ദേവി. അപ്പോഴാണ് ബാലൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ ബാലൻ ഇങ്ങോട്ട് വരുമ്പോൾ ഉടനെ പറയാനുണ്ട്, അതേ എടാ നീയാണോട് ഇവിടെ പറഞ്ഞു വിട്ടത് അടിക്കാനും വഴക്കണം, അത് ശരി, ഇവിടെ കാറും കൊണ്ടിട്ടതും പോരാ, നീ എന്താടാ പറയണമെന്ന് പറഞ്ഞോട് ബാലനും ചോദിക്കുക കേട്ടോ. ഇതിനിടയിൽ കൂടെ ദേവി ഒരു കമ്പെടുത്തോണ്ട് വരുക, നിൻ്റെ കാറ് ഞാൻ അടിച്ച് പൊട്ടിക്കുമെന്ന്. അച്യുതം പറയാം, എൻ്റെ കാറ് അടിച്ച് പൊട്ടിച്ചാലേ നിൻ്റെ ദേവമംഗലം തന്നെ ഞങ്ങൾ ഇല്ലാതാക്കി കളയുമെന്ന് പറയാം. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഇങ്ങോട്ട് വാടാ, നീ ദേവമംഗലം ഇടിച്ച് കാണിക്കുക, ഞാൻ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അതൊരു വലിയ വഴക്കായി കേട്ടോ. ഈ കയ്യാങ്കളി വില ആവാനുള്ള സ്റ്റേജിലെത്തി. അപ്പോഴാണ് ആനന്ദ് ഓടി വരുന്നത്. അയ്യോ ഇവിടെ എന്താ കാര്യം? ഉടനെ ആനന്ദിനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് തുടങ്ങി. എൻ്റെ ആനന്ദേട്ടനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ നീയൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്ക്. ഒരു ഇഞ്ച് പോലും ദേവി ബാലിന് വിട്ടുകൊടുക്കണില്ല കേട്ടോ. ബാലിന് സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. അവൻ്റെയൊക്കെ ഒരു കാറ് മര്യാദയ്ക്ക് എടുത്തുകൊണ്ട് പോക്കോ. അവസാനം നിവർത്തി കെട്ടിട്ട് വന്ന ഒരു കാർ എടുത്തുകൊണ്ട് പോവാ. അപ്പോൾ ബാലനോട് അച്യുതം പറയാം, ബാല നീ കണക്ക് കൂട്ടിക്കോ, ഇതിന് ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പേര് നീ മാറ്റിക്കോ. എന്താ വേറെ വല്ല പേര് വിടോ? എന്നാൽ പിന്നെ നേരത്തെ പറയണേ, ഞങ്ങൾ അതൊക്കെ വിളിച്ചോളാം കേട്ടോ എന്ന് ദേവി പറയാട്ടോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അലോകും അവിടുന്ന് പോവണം. അങ്ങനെ അവരങ്ങ് നേരെ അകത്തേക്ക് ചെല്ലാട്ടോ. ഈ സമയത്ത് നമ്മൾ ആനന്ദിനോട് അച്ഛൻ പറയുന്നുണ്ട്, എടാ ഗോമതിയും ഇവിടെ ഇല്ല, അമ്പലത്തിൽ പോയിക്കുക, പിന്നെ ആര്യനും ധർമ്മനും ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കൊള്ളാം, വലുതായിട്ട് വഴക്ക് അങ്ങനെ പോയില്ല, പിന്നെ ഞാൻ കടയിലേക്ക് പോവാം, നിങ്ങൾ അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ ആനന്ദ് ദേവിക്ക് നല്ല ഉപദേശം കൊടുക്കുവാണ്. ദേവി, അപ്പുറത്ത് കൃഷ്ണമംഗലവും ദേവമംഗലവും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വലിയ വഴക്കമൊക്കെ തന്നെ, പക്ഷേ നീ അതിൽ ഇടപെടരുത്, പെണ്ണുങ്ങളാരും അത് കയറി ഇടപെട്ട് കുളവാക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ പറഞ്ഞ് തീർത്തോളൂ. അയ്യോ പിന്നെ അപ്പോൾ ഞാൻ ഈ വീട്ടിൽ ആരുമല്ല,
പറ്റില്ലല്ലേ? എൻ്റെ ആനന്ദേട്ടന് പറഞ്ഞാലോ നമ്മളെ കുടുംബത്തെ പറഞ്ഞാലോ ബാലച്ചന് ഈ വണ്ടിയും കൊണ്ട് ബാലച്ചൻ എങ്ങനെ പോകും? ഈ വഴി കൊണ്ട് കാറിട്ടത് ഇതൊന്നും ചോദിക്കാൻ പാടില്ലെന്നാണോ പറഞ്ഞത്? അങ്ങനെയല്ല ദേവി, എല്ലാം ചോദിക്കണം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ. അവിടെ എന്തോ ചെറിയ ചർച്ചകൾ എന്തോ കാര്യത്തിന് വേണ്ടി കുറച്ച് ആളുകൾ വന്നതല്ലേ, നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുകയും ക്ഷമിക്കുകയും വേണം. അയ്യടാ, അങ്ങനെ ഇപ്പോൾ വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും ഒന്നും പറ്റില്ല എടി. അങ്ങനെയല്ല, എല്ലാ കാര്യത്തിനും ആനന്ദേട്ടനാണല്ലോ അപ്പുറത്തെ കാര്യത്തിനും അടികൂടാൻ മുന്നോട്ട് നിൽക്കണം. ഇപ്പം എന്താ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചും കണ്ട് മുന്നോട്ട് പോകണം. എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ വേണ്ടി നിൽക്കരുത് എന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കാട്ടോ. അപ്പോൾ ദേവി പറയണത്, അത് ശരി, വലിയ ഉപദേശമൊക്കെ വന്നിരിക്കുന്നു, സ്നേഹത്തോടെ പെരുമാറണം പോലും. ഈ പറയുന്ന ആൾ എന്നോട് സ്നേഹത്തോടെ പെരുമാറുണ്ടോ? പിന്നെന്താ, നിന്നോട് ഞാൻ സ്നേഹത്തോടെ അല്ലേ പെരുമാറുന്നു? എന്നാൽ പിന്നെ എന്നെ ഒന്ന് ഐ ലവ് യു, എന്നെ ഒന്ന് സ്നേഹിച്ചേന്ന് പറയാട്ടോ. അപ്പോൾ ആനന്ദ് പെട്ടെന്ന് ഐ ലവ് യു എന്ന് പറയാം. ഐ ലവ് യു ഇങ്ങനെയാണോ സ്നേഹിക്കുന്നത്? പിന്നെ ഐ ലവ് യു, അയ്യടാ ഐ ലവ് യു ഇങ്ങനെയും അല്ല. അങ്ങനെ പിന്നെ ദേവിയെ പോയി എന്ന പോലെ സ്നേഹിച്ച് ഐ ലവ് യു പറഞ്ഞ് കെട്ടിപ്പിടിച്ച് തൂക്കി എടുത്തുകൊണ്ട് പോവാട്ടോ. ദേവിയാണെങ്കിൽ അങ്ങോട്ട് കയറി കെട്ടിപ്പിടിക്കുക. അപ്പോൾ ആനന്ദ് പറയും, യു വഴിയാടി, റോഡ് ആളുകൾ കാണും, ഞാൻ വിടത്തില്ല ആനന്ദേട്ടനെ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദിനെ സോപ്പിട്ട് പതപ്പിച്ച് കൈക്കകത്താക്കി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അകത്തേക്കും. കൃഷ്ണമംഗലത്തുള്ളവർ വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊരു മറുപടി നമുക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയാം. അപ്പം അച്യുതനോട് ആനന്ദം പറയുന്നുണ്ട്, ഇപ്പോൾ ഒന്നും ഇറങ്ങി തിരിക്കേണ്ട കാര്യമില്ല, കുറച്ച് നമുക്ക് ക്ഷമിക്കാം. ബാലൻ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്, നമ്മുടെ കല്യാണം പോലും ചിലപ്പോൾ മുടങ്ങിപ്പോവും. പിന്നെ അപ്പുറത്തുള്ളവരെ കുറിച്ചൊക്കെ ഞാൻ കുറേയൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്, വന്ന ആളുകളോട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലാതങ്ങ് പൊക്കോളും. എന്തായാലും സാരമില്ല വല്ലിച്ച, ഒരു കാര്യം നോക്കിയോ, ഞാൻ കല്യാണം കഴിക്കാൻ പോകണം എൻ്റെ പെണ്ണ് വീട്ടുകാരോട് അവർ മോശമായി പെരുമാറിയത്, ഇത് ഞാൻ മറുപടി ചോദിച്ചിരിക്കും. ആ മിഥുനും ഞാൻ ഒന്നുകൂടെ കാണുന്നുണ്ട്, അവനുമായി കൂട്ടിച്ചേർന്ന് ഞാൻ എന്താ അടുത്ത പണി കൊടുക്കണമെന്ന് നോക്കിക്കോ. അത് കേട്ടിട്ട് രാജശ്രീ അങ്ങ് ഭയങ്കര അഭിമാനത്തോടെ നിൽക്കട്ടോ. മോൻ അത് പറയണ കേൾക്കുമ്പോഴത്തേക്കിനും അങ്ങനെ അമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, ഇതുപോലെ പല പണികളും നിങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഓർക്കണം. ഓർക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ രാജശ്രീയുടെ മുഖം അങ്ങ് ദേഷ്യം കൊണ്ട് നിൽക്കുക. അവരങ്ങനെ ആനന്ദം പറഞ്ഞുകൊണ്ട് ചാടി കയറി ഒന്നിനും ഇറങ്ങരുത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവരങ്ങനെ ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതെല്ലാ സംഭവങ്ങളും കൂടെ നമ്മുടെ ദേവി ശ്രീകലയെ വിളിച്ചറിയിക്കുക. അമ്മയെ വിളിച്ചറിയിക്കുന്നുണ്ട്, അമ്മേ ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുകയാണ്, സാരിയില്ലടി, കൃഷ്ണമംഗലവും ദേവമംഗലവും അടിയായിട്ട് തന്നെ നിൽക്കണം. രണ്ട് ശത്രുക്കളുടെ ഇടയിൽ നമുക്ക് നിന്നാലേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ, അല്ലാതെ അവരെ ഒരിക്കലും ഒരുമിപ്പിക്കാൻ വേണ്ടി നീ നോക്കരുത്. അതെ അല്ലേ? അങ്ങനെ തന്നെ. പിന്നെ അതുപോലെ രാവിലെ ഇവിടെ ആര്യൻ ഇന്നലെ ലേറ്റായി വന്നതിന് ഇന്നും അവിടെ പ്രശ്നങ്ങളുണ്ടായി. അതും നല്ലതാടി. പിന്നെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കട്ടെ, എല്ലാവരുടെ പ്രശ്നങ്ങളും ഒന്നൊന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം, എന്നാലേ നമ്മുടെ ജീവിതം നമ്മൾ സുഖമായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനിടയിൽ കൂടെ എല്ലാം നീയും ആനന്ദ് ഒറ്റക്കെട്ടായിരിക്കണം, ഒരിക്കലും ആനന്ദിനെ വിട്ടുകൊടുക്കരുത്. പിന്നെ എന്തൊക്കെ കുറ്റങ്ങൾ വന്നാലും നിൻ്റെ ഒപ്പമായിരിക്കണം ആനന്ദ്, മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നിങ്ങൾ രണ്ടുപേരും ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഉണ്ടാവരുത്. ബാക്കിയുള്ളവരൊക്കെ അവിടെ കിടന്ന് തല്ലട്ടെ നമുക്ക്. അപ്പോഴാണ് ഗോമതി എന്തെങ്കിലും ചോദിക്കുക കേട്ടോ. അമ്മ അമ്പലത്തിൽ പോയിക്കുക, ഗോമതിയെ കൂടെ നീ കയ്യിലെടുത്ത് വെക്കണം കേട്ടോ. പറ്റില്ല അമ്മേ, ഇവിടെ അമ്മയ്ക്ക് മീനാക്ഷിയും ഇത്രയും മാത്രമേ സ്നേഹമുള്ളൂ, എന്നോട് അത്ര സ്നേഹമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാടി. അപ്പോഴാണ് ഗോമതി വന്ന് ദേവി മോളേന്ന് വിളിക്കുക കേട്ടോ. ഇവിടുത്തെ അമ്മ വന്നു, ഞാൻ ഇനി പോട്ടെ. ശരി, എന്നാൽ നീ വെച്ചിട്ട് പൊക്കോ എന്നും പറഞ്ഞ് ദേവി അങ്ങോട്ട് പോവുകയാണ്. അടുത്ത പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീകല ആലോചിച്ച് നിൽക്കുക. അടുത്ത എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.